ഷോ, എന്തിനാണവോ റാണിമോക്ക് ഈശ്വരൻ ഇത്രയും സൗന്ദര്യം കൊടുത്തത്? ശരിക്കും ഒരുങ്ങിയ റാണിയെ കണ്ട ഒരു സിനിമ നടി പോലെ ഇരിക്കും. എന്തിനായി മേക്കപ്പ് ഒക്കെ? എന്നാലല്ലേ നല്ല ആമ്പിള്ളേര് കണ്ണുവെക്കൂ. എനിക്ക് ഈ വക ചിലത്തിലൊന്നും ഇഷ്ടമല്ല. റാണിയോട് ആരെങ്കിലും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എത്രയോ പേര്. എന്തേ? ഞാൻ വെറുതെ ചോദിച്ചതാ. മതി, എനിക്ക് വിശക്കുന്നു. ബാ, നമുക്ക് പോയി കഴിക്കാം. റാണി കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ ഇന്ന് മുതൽ ഉചിത ഇവിടെ കിടന്നാ മതി, ഈ റൂമിൽ എന്റെ കൂടെ. പനങ്കരിക്ക് പോലത്തെ പെണ്ണ്, അവളുടെ കൂടെ ഒരേ വീട്ടില്. നിന്റെ യോഗളിയാ ഓർത്തിട്ട് തന്നെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടി പോലെ ഉണ്ട്. ഇങ്ങനെയൊന്നും ഒന്നല്ല, 2 ലഡും പൊട്ടും. ഡാ, എനിക്ക് അവളൊന്ന് കാണണമല്ല, ഒന്നിവിടം വരെ കൊണ്ടുപോടാ. റിസ്ക് ആടാ മോനെ. പിന്നെ മുള്ളമ്മന്നിയുടെ പ്രകൃത കൂട്ടിലിട്ട് വളർത്താം, പക്ഷെ മടിയിലിരുത്തി താലോലിക്കാൻ പറ്റില്ല. വെറുതെ മോഹിച്ചു പോയി. അറിഞ്ഞെടുത്തോളം ഉണ്ണിയാർച്ചയുടെ മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേരില. അതല്ലേടാ മോനെ വക്കീൽ ഈ കളി കളിച്ചത്. നാളെ നമുക്ക് പോയി അയാളൊന്ന് കണ്ടാലോ? പിന്നെന്താ? പക്ഷേ ഉചിതകുമാരിയായിട്ടല്ല. എടോ, ഇത് മുഴുവൻ ബൗൺസ് ആയ ചെക്കിന്റെ നമ്പറും എമൗണ്ടും ആണോ? അതെ. ഇതിന് മുഴുവൻ ഞാൻ കേസ് പറയണമെങ്കിൽ എനിക്ക് ഒരൊറ്റ ആഴ്ചയും കൂടെ വേണ്ടി വരും. എടോ, സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കുമ്പോൾ റീപേയ്മെന്റ് കപ്പാസിറ്റി ഉള്ളവന് മാത്രം കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്താൽ അവരെ അടക്കിയല്ല. ഇതിനൊക്കെ ജപ്തി ചെയ്യാൻ ചെല്ലുമ്പോൾ അവര് കല്ല് വെച്ചെറിയും. നാട്ടുകാർ നമുക്കെതിരെ തിരിയും. ഇനി ആ വക്കീലേ, എവിടെ എന്റെ പെങ്ങള്? പണയം വെച്ച ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? താൻ എവിടെയാണോ എന്റെ പെങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പെങ്ങളാ? ആരടാ നീ? ആരടാ നീ? ഞാൻ ഉചിതയുടെ ബ്രദർ ഉദയൻ. നമസ്കാരം ഉണ്ട് കേട്ടോ. ഈ ലോൺ അഗ്രിമെന്റ് മുഴുവൻ ലോക്കറിൽ ഇരിപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്തോണ്ട് നേരെ എന്റെ ഓഫീസിലോട്ട് വാ. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? ഇരിക്കൂട്ടോ, ഇരിക്കൂ. 2 ചായ. എനിക്ക് പാല. മാണിയുടെ ആളാണോ? ഇയാളല്ലേ ബ്രദർ എന്ന് പറഞ്ഞത്? അതെ. നല്ല ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കോ ബ്രദറാണ്. ഈ ഉചിത വളരെ സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്. 2 ദിവസത്തിനകം വരും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ പെങ്ങളെ ഇപ്പൊ കിട്ടണം. അയ്യടാ മനമേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. എന്നൊരു 20,000 രൂപയുടെ സൗകര്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ പെങ്ങളെയും കുറിച്ച് ഇല്ലാത്ത കഥകളുണ്ടാക്കി നാട് മുഴുവൻ ഞാൻ നാറ്റിക്കും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും IMOയിലും. പൈസ സ്വന്തം പെങ്ങളല്ലേ ഒരമ്മക്കുണ്ടായത്. എണ്ണീതൊക്കെ മതി മോനെ. മതി, ഞങ്ങൾ എണ്ണിക്കോളാം. ഇങ്ങോട്ട്. ഓക്കെ. ഒരു എണ്ണുകാരൻ. ചായ കാൻസൽ. മാനേജർ എവിടെ? ലോൺ അഗ്രിമെന്റിൽ എടുക്കാൻ വേണ്ടി ബാങ്ക് വരെ പോയിരിക്കുക. അതാരാ? ഒരു ചായ പറട്ടെ? ചായ വേണ്ട. ചായ ക്യാൻസൽ. അതാരാ? അത് ഉചിതയുടെ ബ്രദറാ, പണ്ടം എടുക്കാൻ വേണ്ടി വന്നതാ. എന്താടാ? ആ പുതിയ SI ആധാർ കാർഡ് പത്രത്തിൽ കയറി വരട്ടി. ആ പഴയ കേസില്ലേ, അത് കുത്തിപ്പോക്കാനുള്ള പരിപാടിയാ. ആ SI ഗോവന്റെ അണ്ണാക്കിലേക്ക് 1 ലക്ഷം രൂപയാ കുത്തിക്കയറ്റി. അവന്റെ അമ്മയുടെ ആത്മഹത്യാ കുറിപ്പ് കത്തിക്കാൻ. പിന്നെ അവനെ എവിടെ ഇട്ട് പോക്കാനാടാ? എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. ആ ചത്തവന്റെ കെട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ശാന്ത. അവൾ ഒരു കാരണവശാലും നമുക്കെതിരെ മൊഴി കൊടുക്കരുത്.